കലാസഹൃദയരെ, ചരിത്രത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെടുകയോ ഇടം നേടാതെ പോവുകയോ ചെയ്ത നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ധീരനും ബുദ്ധിശാലിയും വീരയോദ്ധാവുമായ ഓരോ ജനഹൃദയവും കീഴടക്കിയ അലക്സാണ്ടറിന്റെയും നെപ്പോളിയന്റെയും തേരോട്ടങ്ങൾക്ക് തടയിട്ട എന്നാൽ വിസ്മരിക്കപ്പെടാതെ പോയ ഒരു ധീര രാജാവിന്റെ കഥ ഞങ്ങളിതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. കൊട്ടാരത്തിലെ കാണാകഥകൾ. കഥാപാത്രങ്ങളും അഭിനേതാക്കളും: കിങ് കലാതിലകം പീറ്റർ തോമസ് ബ്രേക്കൻറിഡ്ജ്, മന്ത്രി കൊട്ടാരമുഖി ജേസൺ പൈനാടത്ത്, മന്ത്രി പത്നി ഗാനഗോകുലം ലിയ ജേസൺ, മന്ത്രിപുത്രൻ കാങ്ങാങ്ങ ബിജോയ് ചങ്ങനാശ്ശേരി, ആസ്ഥാന ഗായകൻ യേശുദാസിന് ശേഷം ആരെന്ന ചോദ്യത്തിന് ഉത്തരവുമായി ഷിജു ജേക്കബ്, നർത്തകി കലാമണ്ഡലം അമ്മുക്കുട്ടി ആൻഡ് മാളു, കൊട്ടാരം സൂക്ഷിപ്പുകാരൻ സുനു. ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളുടെ കയ്യടികളും പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളിത് ആരംഭിക്കുന്നു. കൊട്ടാരത്തിലെ കാണാകഥകൾ. നാം കാലുതെറ്റി വീണുപോയി എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? അല്ല, സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ വീഴും എന്ന് നാം നിങ്ങളെ പഠിപ്പിച്ചതാണ്. അടിതെറ്റിയാൽ രാജാവും വീഴും എന്നൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? അങ്ങനെയല്ലല്ലോ പ്രഭു ആ പഴഞ്ചൊല്ല്. പിന്നെ അടിതെറ്റിയാൽ ആനയും വീഴും എന്നല്ലേ? അതെ, ആ ആന തന്നെയാണ് ഈ രാജാവ്. എന്നാൽ ഈ ആനപ്പുറത്ത് അടിയിലൊന്ന് കേറി ഇരുന്നോട്ടെ പ്രഭു. ഈശ്വര, ഈ കോദണ്ഡ മഹാരാജ്യത്ത് ഇത്രയും ബുദ്ധിശൂന്യരായ പ്രജകളുണ്ടോ? യഥാ രാജ തഥാ പ്രജ എന്നൊരു പഴഞ്ചൊല്ലുണ്ട് പ്രഭു. എന്ന് വെച്ചാൽ രാജാവിനെ പോലെ തന്നെയാണ് പ്രജകളും എന്നാണ് പ്രഭു അതിനർത്ഥം. മന്ത്രി വരട്ടെ വരട്ടെ, തനിക്ക് ഞാൻ തക്കതായ ശിക്ഷ വാങ്ങിച്ചു തരുന്നുണ്ട്. എനിക്ക് കിട്ടണം. മഹാരാജ, മന്ത്രിമുഖ്യൻ കാത്തു നിൽക്കുന്നു. വിളിക്കട്ടെ? വരാൻ പറയണോ? ഇങ്ങോട്ട് വരാപ്പ. ഉത്തരവ്: കോദണ്ഡ മഹാരാജ്യത്തെ മഹാമന്ത്രി ചാണക്യ പെരുമാൾ എഴുന്നള്ളുന്നേ എഴുന്നള്ളുന്നേ എഴുന്നള്ളുന്നേ. മന്ത്രി എന്താണ് തിരിച്ചു പോകുന്നത്? വാണിയംകുളം ചന്തയിൽ അണ്ടിക്കച്ചവടത്തിന് വന്നവനല്ല ഈ മന്ത്രി. ഞാൻ വരുമ്പോൾ എനിക്കും വേണം മ്യൂസിക്. വാദ്യക്കാരുടെ വായിൽ എന്താ പഴമാണ്. ഞാൻ പോകുന്നു. പോകരുത്, പിണങ്ങി പോകരുത് ചാണക്യ പെരുമാളെ. പോകും. മ്യൂസിക് കിട്ടുന്ന വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി ഞാൻ മന്ത്രിയായി ജീവിച്ചോളാം. അയ്യോ, നാം മന്ത്രി പോകുന്നു. പിടിവാശിക്കാരനാണ്. മന്ത്രിയില്ലാത്ത ഈ കോദണ്ഡ രാജ്യം ഉപ്പില്ലാത്ത കഷായം പോലെയാണ്. അങ്ങനെയല്ലല്ലോ പ്രഭു ആ പഴഞ്ചൊല്ല്. പിന്നെ എങ്ങനെയാണാവോ? ഉപ്പില്ലാത്ത കഷായം എന്നല്ല, ചുക്കില്ലാത്ത കഷായം എന്നാണ് കേട്ടിട്ടുള്ളത്. ശ്രീകരം. മന്ത്രി വരട്ടെ, ഇതിനും കൂടി ചേർത്ത് നല്ല അടി ഞാൻ വാങ്ങിച്ചു തരുന്നുണ്ട്. മന്ത്രിക്കുള്ള സംഗീതം മുഴങ്ങട്ടെ. മന്ത്രി മുഖ്യ. പ്രഭു, എന്നാൽ നമുക്ക് സഭ ആരംഭിക്കാം. ആരംഭിക്കാം. രാജ്ഞി എഴുന്നള്ളിയില്ലല്ലോ. രാജ്ഞി കുളിക്കുക. ജീവാസോപ്പിട്ട കുളിക്കണേ. അത് മന്ത്രിക്ക് എങ്ങനെ മനസ്സിലായി? 27 പ്രാവശ്യം കുളക്കടവിലേക്ക് പോണത് ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞില്ല എന്നുള്ളൂ. രാജ്യകാര്യങ്ങളിൽ മന്ത്രിക്ക് എന്ത് ശുഷ്കാന്തിയാണ്. രാജ്ഞിയുടെ കാര്യത്തിലുണ്ട് ശുഷ്കാന്തി. മന്ത്രി മുഖ്യ. പ്രഭു, നമ്മുടെ പ്രജകളൊക്കെ സസുഖം വാഴുന്നില്ലേ എന്ന് തീർത്തും പറഞ്ഞുകൂടാ പ്രഭു. അതെന്തേ? പിന്നെ കൊട്ടാരത്തിന്റെ വടക്ക് ഭാഗത്തുള്ള കാന്തിമതി ഗ്രാമം വെള്ളപ്പൊക്കത്തിൽ അപ്പാടെ തകർന്നു പോയി. എന്നിട്ട് പ്രജകൾ മുഴുവൻ ഒലിച്ചുപോയി. പ്രജകൾ മുഴുവൻ? ഒരാൾ മാത്രം ബാക്കിയുണ്ടായിരുന്നു. എന്നിട്ട് അവനെ മാത്രമായിട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത് നമുക്കൊരു നാണക്കേടല്ലേ? അതുകൊണ്ട് അവനെ ഞാൻ ആ വെള്ളത്തിൽ തള്ളി. ഈശ്വര, നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല. അങ്ങ് രാജാവാണ്, തളരരുത്. ഏത് അസുഖത്തിനും സംഗീതമാണ് ഏറ്റവും നല്ല ചികിത്സ എന്ന് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി പറഞ്ഞിട്ടുണ്ട്. ആരെവിടെ? ആസ്ഥാന ഗായകൻ പാട്ട് തുടങ്ങട്ടെ. സ്വാഗതം സ്വാഗതം
ഇത് ഖട്ടം, ഛേ, ഉഗാണ്ട. ഛെ, 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 ഛെ. എന്തൊക്കെയാണ് ഈ മന്ത്രി പുലമ്പുന്നത്? വിഡ്ഢിത്തം, പരിഹാസം. അല്ലാതെന്താ? മന്ത്രിയുടെ പണി നോക്കിയാ മതി, സംഗീതത്തിൽ കയറി കളിക്കണ്ട. അതെന്താ? സംഗീതം തന്റെ തറവാട്ടുക സ്വത്താണ്. 10-30 വർഷം ഉപാസിച്ച് സാധകം ചെയ്ത് പദം വരുത്തിയതാണ് എന്റെ ഈ സംഗീതം. അവഹേളിക്കരുത്. സംഗീതം സരസ്വതിയാണ്, സരസ്വതി. ഒന്ന് ചോദിക്കട്ടെ, തന്റെ കയ്യിൽ ഈ പാട്ടും ഈ ശബ്ദവും ഇല്ലെങ്കിൽ താൻ എന്ത് പണിക്കാ പോവുക? ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, എന്തു പണിയറിഞ്ഞിട്ടാണ് താൻ ഈ മന്ത്രിയായിട്ടിരിക്കുന്നത്? അത്യാവശ്യം എല്ലാ പണികളും അറിയാവുന്ന ഒരുത്തനെ മന്ത്രിയാകാൻ പറ്റൂ. തന്നെ ഇവിടുന്ന് പിരിച്ചുവിടാത്തത് എന്റെ വലിപ്പം കൊണ്ടാണ്. പശു മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടാൻ പറ്റില്ല കുട്ടി. അങ്ങനെയല്ലല്ലോ മന്ത്രി ആ പഴഞ്ചൊല്ല്. പിന്നെ എങ്ങനെയാ? പശു മെലിഞ്ഞാലെന്നല്ല, ആന മെലിഞ്ഞാലും തൊഴുത്തി കെട്ടാൻ പറ്റില്ല എന്നാണ്. മന്ത്രിയെ തിരുത്താൻ നീ ആരാണ്? ചെറിയ വിളിപ്പോ. നിർത്തൂ, നൃത്തം തുടങ്ങട്ടെ. പറഞ്ഞതുപോലെ നൃത്തം തുടങ്ങട്ടെ. ഗംഭീരമായി. ഇത് ഒരു എളിയ പാരിതോഷികം. ഇതെന്റെ വക. എന്ത്? മന്ത്രിയുടെ പാരിതോഷികം വൈരമോതിരമോ? ആഹാ. ഇതും ഇരിക്കട്ടെ. അത്രയ്ക്കാണ്. എന്നാ ഈ മാലയും കൂടി ഇരിക്കട്ടെ. ഇനി മന്ത്രി എന്റെ ഒന്ന് കാണട്ടെ. തോറ്റു. അവിടുത്തെ വലിയ മനസ്സിന്റെ മുന്നിൽ അടിയൻ തോറ്റു. പൊക്കോളൂ, നാളെയും നീ തന്നെ വരണം. നിൽക്കൂ. എങ്ങനെയുണ്ട് എന്റെ സൂത്രം? ഈ പോങ്ങൻ രാജാവിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെ പണക്കിഴി അടിച്ചു മാറ്റാൻ പറ്റൂ. എല്ലാം കൊണ്ടുപോയി ഭദ്രമായിട്ട് അമ്മയെ ഏൽപ്പിക്കണം. അച്ഛൻ എപ്പോഴാ വരിക? പതുക്കെ. നീ എന്റെ മകളാണെന്ന് ഇവിടെ ആർക്കും അറിയില്ല. പൊക്കോ പൊക്കോ പൊക്കോ. എന്താണ് അവിടെ ഒരു രഹസ്യം? ഒന്നുമില്ല. ഈ മിടുക്ക് നാളെയും കാണിച്ച കുടുംബം രക്ഷപ്പെടുന്നു പറയായിരുന്നേ. മന്മഥരാസ, അല്ല മഹാരാസ, അങ്ങേ മുഖം കാണിക്കാൻ ഒരാൾ വന്ന് നിൽക്കുന്നു. ഓട്. മുഖം കാണിക്കലൊക്കെ നാളെ. അന്നിരിക്കുന്നത് ഒരു സ്ത്രീയാണ്. എന്ന് വരാൻ പറയൂ. ഭവതി, ഇനി മുഖം കാണിച്ചോളൂ. മുഖം കാണിക്കാൻ വന്നു, മുഖം കാണിച്ചു. ഇനി പോകാം. അടിയന് തിരുമനസിനോട് ഒരു പരാതി ബോധിപ്പിക്കാനുണ്ട്. പരാതി ബോധിപ്പിക്കാനുള്ള സമയം ഇതല്ല. ഈ കൊട്ടാരത്തിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. പോകൂ. ആരെവിടെ? ഈ സ്ത്രീയെ പിടിച്ച് പുറത്താക്കൂ. വരട്ടെ, അവർ പറയട്ടെ. പറയണ്ട. പറഞ്ഞോട്ടെ, നമ്മുടെ ഒരു സ്ത്രീ പ്രതിയല്ലേ. എന്നാ പറഞ്ഞു തൊലക്കി. സ്വാമി, കഴിഞ്ഞ 30 വർഷമായി ഞാൻ ഈ കൊട്ടാരത്തിലെ അടിച്ചുതളിക്കാരിയാണ്. ഇവിടുത്തെ അടിച്ചുകളിക്കാരിയോ? ഒളിച്ചു നിന്നിട്ടാണ് അടിച്ചുകളിക്കുന്നത്. എന്നിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. തിരക്കുള്ള അവിടത്തേക്ക് എങ്ങനെയാണ് ഞങ്ങളെ പോലുള്ള പാവങ്ങളെ കാണാൻ സമയം കിട്ടുക? നീ ആക്കല്ലേ. എന്നിട്ട് 25 കൊല്ലം മുമ്പ് അന്നത്തെ അങ്ങയുടെ സേനാനായകൻ എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചു, പീഡിപ്പിച്ചു. അങ്ങനെ ഞാൻ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. ഓഹോ, അപ്പോൾ ആ സേനാനായകൻ? അയാൾ പിന്നെ ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ദ്രോഹി. ആരായാലും അവനെ ഞാൻ വെറുതെ വിടില്ല. പറയൂ, എവിടെയുണ്ട് ആ സ്ത്രീലമ്പടൻ? ഇവിടെയുണ്ട്, ഈ കൊട്ടാരത്തിൽ. പക്ഷേ പറഞ്ഞാൽ അങ്ങ് വിശ്വസിക്കില്ല. പറയൂ, ആരായാലും പറഞ്ഞോളൂ. പറയട്ടെ, പറഞ്ഞോളൂ, പറയട്ടെ, പറഞ്ഞോളൂ. ഇത്രയും വിഷമിപ്പിച്ച് എന്തിനാ ആ കുട്ടീനെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കണം? ആ കുട്ടി പോയിക്കോട്ടെ. പറയട്ടെ. ഇയാളാണ് അങ്ങ് നശിപ്പിച്ചത്. മുഴുവൻ ഭ്രാന്ത ഈ സ്ത്രീ പറയണേ. അവിടുന്ന് വിശ്വസിക്കരുത്. ഒരു അടിച്ചുകളിക്കാരുടെ പുറകെ പോകാൻ മാത്രം അത്രയ്ക്ക് ചെയ്പ്പൊന്നുമല്ല. കൊട്ടാരം പരദേവതയാണ്. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞതോ? പച്ചക്കള്ളം.
വെക്ക്. രാജാവ് വെക്കണം. വെച്ചുകിട്ടി പറ, എനിക്ക് വേറെ പണിയുണ്ട്. വരട്ടെ. ഈ പറഞ്ഞ ആരോപണത്തിന് അടിസ്ഥാനമായി എന്തെങ്കിലും തെളിവുകൾ ഭവതി ഹാജരാക്കാനുണ്ടോ? അതെ, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നമ്മുടെ ദുഷ്യന്തൻ ശകുന്തളയ്ക്ക് കൊടുത്തതുപോലെ വല്ല മോതിരോ അല്ലെങ്കിൽ ബിളിക്കിന്റെതിരായിട്ട് ആ പെണ്ണിന്റെ പേരെന്താ പറയാ? അറിയോ? മോണിക്ക. കണ്ട, എല്ലാ പെശക പാർട്ടിക്ക് അറിയാല്ലേ? അങ്ങനെ അവള് കൊടുത്തതുപോലെ എന്തെങ്കിലും തെളിവ് നിന്റെ കയ്യിലുണ്ടാ? ഉണ്ട്. ഞാൻ പ്രസവിച്ച നിങ്ങളുടെ മകൻ. അവനെ കണ്ടിട്ട് മഹാരാജാവ് തന്നെ തീരുമാനിക്കട്ടെ അവന്റെ അച്ഛൻ ആരെന്ന്. ആരവിടെ? അവനെ കൂട്ടിക്കൊണ്ടുവരട്ടെ. അവിടുന്ന് ഇവന്റെ ഈ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കൂ, എന്നിട്ട് തീരുമാനിച്ചോളൂ. തീരുമാനിക്കേണ്ടത് നാമല്ല, ഇവരാണ്. ഈ സഭ തീരുമാനിക്കട്ടെ. ഇത് മന്ത്രിയുടെ മകനാണോ? ഇനി എന്തുണ്ട് മന്ത്രിക്ക് പറയാൻ? എനിക്കൊന്നും പറയാനില്ല. എന്നാ എനിക്ക് പറയാനുണ്ട്. ഒരു തൊപ്പിയും വെച്ച് വേഷം കിട്ടി മാലിട്ട് നടന്നാലൊന്നും മന്ത്രിയാവില്ല. അതിനൊക്കെ ഇത്തിരി തറവാടിത്തം വേണം. മക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ അച്ഛനെ പഠിപ്പിക്കാം. അഹങ്കാരം കൊണ്ട് പറയല്ലട മോന്റെ അച്ഛ. മര്യാദക്ക് ഞങ്ങളെ സ്വീകരിച്ചില്ലെങ്കിൽ തന്നെ മൂക്കുകൊണ്ട് എന്ന് വരപ്പിക്കും. ഇനി സംശയിക്കാനില്ല, ഇത് നായുടെ അച്ഛൻ തന്നെ. ഒഴിഞ്ഞുകിടക്കുന്ന തെക്കേ മാളികയിൽ ഇനി നിങ്ങൾക്ക് കുടുംബമായി താമസിക്കാം. ശേഷിച്ച കാലം ഇവരെ സംരക്ഷിക്കാനുള്ള ചുമതല മന്ത്രിക്ക് തന്നെ ആയിരിക്കും എന്ന് നാം ഉത്തരവിടുന്നു. തിരുമനസ്, കാര്യങ്ങൾ ഇത്രത്തോളമായ സ്ഥിതിക്ക് അടിയിലൊരു കാര്യം ബോധിപ്പിക്കാനുണ്ട്. ബോധിപ്പിച്ചോളൂ. അങ്ങേക്കൊരു സന്തതിയില്ല. അതിനുവേണ്ടി നമ്മൾ എന്തെല്ലാം പൂജകൾ നടത്തി, പുത്രകാമേഷ്ടി യാഗം വരെ നടത്തി, ഒരു ഫലവും ഉണ്ടായില്ല. ഈ രാജ്യം അനാഥമായി പോകാൻ പാടില്ല. അതുകൊണ്ട് എന്റെ മിടുമിടുക്കനായ ഈ മകനെ അങ്ങയുടെ അനന്തരാവകാശിയായി ഞാൻ നടയിരുത്തുന്നു. നൃത്തം തുടങ്ങട്ടെ. പറഞ്ഞതുപോലെ നൃത്തം തുടങ്ങട്ടെ.